സംവിധായകൻ മോഹൻ അനുസ്മരണം പരിപാടിയായ ദൃശ്യമോഹനം 2025 ഇരിങ്ങാലക്കുടയിൽ ജൂൺ 14-15 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മലയാള സിനിമയ്ക്ക് പുതുഭാവുകത്വം നൽകിയ ഇരിങ്ങാലക്കുടയുടെ സ്വന്തം സംവിധായകനായിരുന്ന എം മോഹൻ ഓർമ്മയായിട്ട് 1 വർഷം തികയുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്നതിനായി 2025 ജൂൺ 14-15 തീയതികളിൽ ദൃശ്യമോഹനം 2025 എന്ന പേരിൽ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട പൗരാവലിയുടെയും മോഹൻ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൂൺ 14 ആരംഭിക്കുന്ന പരിപാടിയിൽ മോഹൻ സംവിധാനം ചെയ്ത ജനപ്രിയ ചലച്ചിത്രം വിട പറയും മുൻപേ പ്രദർശിപ്പിക്കും. തുടർന്ന് ദൃശ്യമോഹനം നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ സമ്മാനാർഹമായ ഫിലിമിന്റെ പ്രദർശനവും ഉണ്ടാകും. മോഹനസ്മൃതി എന്ന സംവിധായകൻ മോഹനോടൊപ്പം പ്രവർത്തിച്ച മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായ കലാകാരന്മാരുടെയും അദ്ദേഹത്തിന്റെ ആസ്വാദകരുടെയും അനുഭവം പങ്കുവെക്കൽ നടക്കും. മോഹനസ്മൃതി പ്രഭാഷണങ്ങളിൽ ബാലകൃഷ്ണൻ അഞ്ചത്ത്, പി കെ ഭരതൻ, അശോകൻ ചരുവിൽ, എം പി സുരേന്ദ്രൻ, സിബി കെ തോമസ്, അമ്പിളി, ഇടവേള ബാബു, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, എം പി ജാക്സൺ, ഡേവിസ് കാച്ചപ്പിള്ളി, ജിജു അശോകൻ, ആനന്ദ് മധുസൂദനൻ, എം ഡി രാജേന്ദ്രൻ, പി ആർ ജി ജോയ്, ഡോക്ടർ സി കെ രവി, രാജേന്ദ്രവർമ്മ, എൻ മുരളി ഒറ്റപ്പാലം, രേണു രാമനാഥ്, പി ബാലചന്ദ്രൻ, ജിതിൻ രാജ്, ഡേവിസ് തട്ടിൽ, വിൻസെന്റ് സോണറ്റ്, ഉണ്ണികൃഷ്ണൻ കിഴുത്താണി, രാധാകൃഷ്ണൻ വെട്ടത്ത്, ഡോക്ടർ രാജൻ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. ജൂൺ 14 വൈകിട്ട് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിക്കും. വിശിഷ്ടാതിഥികളായി മലയാള ചലച്ചിത്ര സംവിധായകരായ കമൽ, സിബി മലയിൽ, പ്രിയനന്ദനൻ, വിനയൻ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ എന്നിവർ പങ്കെടുക്കും. പ്രഥമ മോഹൻ ചലച്ചിത്ര പുരസ്കാരം യുവ ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് സമ്മാനിക്കും. എഴുത്തുകാരനും ചലച്ചിത്ര നടനുമായ വി കെ ശ്രീരാമൻ, കലാമണ്ഡലം ക്ഷേമാവതി, അനുപമ മോഹൻ, അനന്തപത്മനാഭൻ, ലതാചന്ദ്രൻ തുടങ്ങി കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഒരുപാട് പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 5 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം. അതിനുശേഷം മോഹൻ സിനിമകളിലെ ചലച്ചിത്ര ഗാനങ്ങളുടെ നൃത്താവിഷ്കാരം കോഴിക്കോടുള്ള ഉണ്ണികൃഷ്ണനും വിനീത് കുമാറും ശ്രുതി ജയൻ 2 പേർ ചേർന്ന് അവതരിപ്പിക്കും. തുടർന്ന് പിറ്റേ ദിവസം സത്യാഞ്ജലി കൊച്ചി അവതരിപ്പിക്കുന്ന മോഹൻ സിനിമകളിലെ ഗാനങ്ങളെ ആധാരമാക്കിയിട്ടുള്ള നൃത്തശില്പമാണ് നടക്കുക. അങ്ങനെയാണ് പരിപാടികൾ. 2 ദിവസമായിട്ടാണ് പരിപാടി നടക്കുന്നത്. ആദ്യത്തെ ദിവസം രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നു. രാവിലെ ഒരു ശ്രദ്ധാഞ്ജലിയോടുകൂടി ആരംഭിച്ച് ഇരിങ്ങാലക്കുടയുടെ സ്വന്തം സംവിധായകനായിരുന്നു എം മോഹനെന്നും നമ്മുടെ സിനിമാ ദൃശ്യ സംസ്കാരത്തിന്റെ അർത്ഥതലങ്ങൾ മാറ്റിക്കുറിക്കുന്നതിൽ പ്രതിഭാധനനായ മോഹൻ വഹിച്ച പങ്ക് അദ്വിതീയമാണെന്നും അദ്ദേഹം സംവിധാനം ചെയ്ത 22 ചിത്രങ്ങളിൽ പലതും ദേശീയവും അന്തർദേശീയവുമായ ശ്രദ്ധ നേടിയവയാണെന്നും മന്ത്രി പറഞ്ഞു. ശുദ്ധമായ കലാസിനിമയ്ക്കും മുഖ്യധാര സിനിമയ്ക്കും മധ്യേ സാധാരണ ജനങ്ങളെ ഏറെ ആകർഷിക്കുന്ന സിനിമകൾ സാധ്യമാണെന്ന് തെളിയിച്ച സംവിധായകരിൽ പ്രമുഖനായിരുന്നു ശ്രീ മോഹനെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പത്രസമ്മേളനത്തിൽ മന്ത്രിയോടൊപ്പം യു പ്രദീപ് മേനോൻ, അന്തരിച്ച സംവിധായകൻ മോഹന്റെ ഭാര്യ അനുപമ മോഹൻ, കെ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.